ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ബാലചന്ദ്രനും അലീനയും കൂടെ സംസാരിക്കുന്നതാണ്. അങ്ങനെ രോഹിത്തിനെ ശരണ്യയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യമാണ് ബാലചന്ദ്രനോട് പറയുന്നത്. ബാലചന്ദ്രൻ പറയുന്നത് അത് അവിടെ എല്ലാവരും അവനെ കണ്ടിട്ട് അവനെ വല്ല തല്ലുവോ അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നെങ്കിൽ അത് നിനക്ക് തടയാൻ പറ്റുമോ, നിനക്കത് തടയാനുള്ള കഴിവുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അല്ല, ഞാനൊരു കാര്യം അച്ഛനോട് ചോദിച്ചോട്ടെ, അച്ഛൻ എന്നെ അത്രയ്ക്ക് വിശ്വാസമേ ഉള്ളോ? ഏയ്, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നും അല്ല മോളെ. ഇവിടെ അവനൊന്ന് ജസ്റ്റ് റോഡിലേക്ക് ഇറങ്ങിയപ്പോ തന്നെ ആൾക്കാർ അവനോട് പെരുമാറുന്ന രീതി എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? അയ്യേ, അതെ, ഒരു തരം ചൊറിയാണ് ചൊറി. അത് പോട്ടെ, അവിടെ അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ കോളനിയിലുള്ളവരെ വഴിയിൽ വെച്ച് കണ്ട എന്നോട് വർത്താനം പറയും. അല്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോ. അല്ല, അവൻ നിന്റെ കൂടെ വരാന്ന് സമ്മതിച്ചോ? അവൻ എന്റെ കൂടെ എവിടെയും വരും അച്ഛാ. അല്ല, ഇപ്പൊ തന്നെ പോകാനാണോ പ്ലാന്? അച്ഛന്റെ സമ്മതം കിട്ടുകയാണെങ്കിൽ പോയേക്കാന്ന് ഓർത്തു. അല്ല, നീ എങ്ങനെ പോകും? ഞാൻ കൊണ്ടുവിടണോ? ഏയ്, വേണ്ട വേണ്ട, ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി പൊക്കോളാം. എന്നാ പിന്നെ ശരി, പോയിട്ട് വാ. ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് അപ്പൊ തന്നെ എന്നെ വിളിച്ചേക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, അത് പിന്നെ അച്ഛാ. എന്താ, എന്തു പറ്റി? അതെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ വന്നിട്ട് പറയാം. പറഞ്ഞിട്ട് പോന്നേ. അത് പിന്നെ ശരണ്യെ പഠിപ്പിക്കാന്ന് ഞാൻ നമുക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടേ. അത് നല്ല കാര്യല്ലേ. അത് ഞാൻ ഇവിടുന്ന് പോയാലും ആ വീടുമായിട്ട് ഒരു കണക്ഷൻ വേണമല്ലോ. രോഹിത്തിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നത് അതിനും കൂടെ വേണ്ടിയാ. ശരണ്യക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഒരു ഹെൽപ്പിന്. അത് നല്ലതല്ലേ അച്ഛാ? ഉം നല്ലത് തന്നെയാ. അപ്പൊ നീ ഇവിടുന്ന് പോകുന്ന കാര്യം 2-3 തവണയായിട്ട് ഞാൻ കേട്ടു. എന്താ എന്താ കാര്യം? അത് പിന്നെ ഈ കുടുംബത്തിന് നല്ലതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യും അച്ഛാ. അതെല്ലാം എനിക്ക് ചെയ്യണം അച്ഛാ. അത്രേ ഉള്ളൂ എന്റെ ഉദ്ദേശം, വേറൊന്നും അല്ല. ഉം ഏതായാലും നീ ചെല്ല്, നീ പോയിട്ട് വാ. എനിക്ക് അതിനെക്കുറിച്ച് ഏറെ സംസാരിക്കാനുണ്ട്. ഇതുപോലെ സംസാരിക്കാനല്ല ഉള്ളത്. അല്ലച്ചാ, അച്ഛൻ മോള് ചെല്ലുമ്പം രോഹിത് അവിടെ ഉണ്ടെങ്കിലും ഒന്ന് താഴേക്ക് വരാൻ പറയണേ. ഞാൻ പറയാം. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റെയർ കയറി മേളിലേക്ക് പോയി അലീന ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ, നമ്മുടെ അലീന ഈ രോഹിത്തും കൂടി നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോ വിളിച്ച് പോകുന്നതാണ്. അപ്പം ഓട്ടോയ്ക്കകത്ത് നിന്ന് ആദ്യം അലീന ഇറങ്ങി, നമ്മുടെ രോഹിത് ഇറങ്ങുന്നില്ല. രോഹിത് ഇങ്ങനെ ഒളിഞ്ഞു പാത്തൊക്കെ നോക്കുകയാണ്. അപ്പൊ അലീന ചോദിച്ചു, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇറങ്ങി വാ. അത് പിന്നെ ഞാൻ വരണോ? നീ വന്നേ പറ്റൂ, നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ. നീ ഇറങ്ങി വാന്നേ, എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ. അപ്പൊ നമ്മുടെ രോഹിത് പതുക്കെ ഇറങ്ങി കേട്ടോ. പതുക്കെ ഇറങ്ങി ചുറ്റുമൊക്കെ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് ഓട്ടോക്കാരനോട് ചോദിച്ചു, അല്ല എത്രയാ? 100. അപ്പം 100 രൂപ അങ്ങ് കൊടുത്തു. അങ്ങനെ രോഹിത്തിനെയും കൊണ്ട് അലീന നേരെ ശരണ്യയുടെ വീട്ടിലെത്തി. അവിടെ ശരണ്യയുടെ അച്ഛനും ശരണ്യയുടെ അമ്മയും ശരണ്യയുടെ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടനാണോ അനിയനാണോ നമ്മുടെ ഗോപു ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ശരണ്യയുടെ അമ്മ ഇവരെ കണ്ടതോ, അയ്യോ, ഇതാരാ? കേറി വാ കുഞ്ഞുങ്ങളെ, അലീനയുടെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ, കേറി വാ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ചോദിച്ചു, അല്ല, ശരണ്യയുടെ അച്ഛന് മനസ്സിലായി ഇവനാ രോഹിത് ബാലചന്ദ്രൻ എന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശരണ്യയുടെ അച്ഛൻ മിണ്ടുന്നൊന്നും ഇല്ലാട്ടോ, ഗൗരവമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ശരണ്യയുടെ അമ്മയാണെങ്കിൽ ശരണ്യനെ ഒച്ചത്തി വിളിക്കുകയാണ്, ഇത് ആരാണെന്ന് നോക്ക്, ദേ വന്നേ മോളെ, പെട്ടെന്ന് വാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ രോഹിത്തിനോട് ശരണ്യയുടെ അച്ഛനെ ഇങ്ങനെ പരിചയപ്പെടുത്താണ്. അങ്ങനെ ശരണ്യ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരണ്യക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ രോഹിതിൻ ശരണ്യ മുഖത്ത് ഇപ്പോഴും നോക്കാൻ ഒരു ചമ്മലോ എന്താ പറയാ ഒരു പേടിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും ശരണ്യ ഓടി വന്നിട്ട്, എനിക്ക് തോന്നിയായിരുന്നു അലീന ചേച്ചി വരൂന്ന്. ദേ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സത്യം പറഞ്ഞാലേ ഇപ്പൊ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ എന്ന്. അപ്പോഴത്തേക്കും ഗോപു വന്നു കേട്ടോ. ഗോപു വന്നതും നമ്മുടെ അലീന പറഞ്ഞു, ദേ രോഹിത്തെ, ഇതാണ് കേട്ടോ ശരണ്യയുടെ ആങ്ങള. അല്ല, ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴത്തേക്കും അയാൾ ഓടി വന്നു കേട്ടോ. അയാൾ ഓടി വന്നപ്പോഴത്തേക്കും ഒന്ന് കാലേ തട്ടിട്ടോ, ഒന്ന് കാലേ തട്ടിയപ്പോഴത്തെ, അതായത് നമ്മുടെ ശരണ്യയുടെ അമ്മയുടെ കാലേ തട്ടിയപ്പോഴത്തേക്ക്, ഓ, ഇവൻ ഇങ്ങനെ അല്ലെങ്കിലും ഓടി മറിഞ്ഞിങ്ങ് വരും. നീക്ക് എന്നതാടാ സുഖേടെന്ന് ചോദിച്ചപ്പോ, അത് പിന്നെ ഞാൻ അപ്പുറം ക്രിക്കറ്റ് കളിക്കാൻ പോയതായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞത്, ഇതാണ് കേട്ടോ ശരണ്യയുടെ കുഞ്ഞാങ്ങള ഓമനക്കുട്ടെന്ന് പറഞ്ഞ് രോഹിത്തിനെ പരിചയപ്പെടുത്താണ്. അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ പരിചയപ്പെട്ടു. എങ്കിലും ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ രോഹിത്തിന് ഒരു പേടി. ഈ സമയത്ത് നമ്മുടെ രോഹിത് ശരണ്യോട് പറയാണ്, എന്നാലും ഞാന് അവരുടെ കൂടെ അവിടെ വരരുതായിരുന്നു, അത് തന്നെ വലിയ തെറ്റാ, സോറി, എന്നോട് ക്ഷമിക്കണമെന്ന്.
അപ്പൊ നമ്മുടെ ശരണ്യയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറിയിട്ടോ. എന്താ പറയാ, ഒരു അത്രയും നേരം ചിരിച്ച് കളിച്ച് നിന്ന നമ്മുടെ ശരണ്യ ആകെപ്പാടെ ഒന്ന് മൂടിയായിട്ടോ. ഈ സമയത്ത് രോഹിത് പറഞ്ഞു, ഈ ഈ കുടുംബത്തിലുള്ള എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണമെങ്കിൽ ശരണ്യ എന്റെ വീട്ടിൽ വന്നപ്പോ പറയായിരുന്നു മാപ്പ്, പക്ഷെ അത് പോരാ, എനിക്ക് ഇവിടെ വന്ന് പറയണം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് മാപ്പ് പറയണമെന്ന് എനിക്ക് തോന്നിയതാ. അതാ അന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ ഒന്നും പറയാതിരുന്നത്. നിങ്ങൾ എല്ലാവരോടും മാപ്പ് പറയണം, നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കണം. ഈ അച്ഛനോടും അമ്മയോടും അതുപോലെ ശരണ്യയുടെ കൂടപ്പിറപ്പുകളോടും ശരണ്യയോടും എല്ലാവരോടും ഒരുമിച്ച് ക്ഷമ ചോദിക്കാനാ എനിക്ക് എനിക്ക് തോന്നിയത്. എന്തോ അതാ ശരിയെന്നും എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ വന്നത്, അതിനുവേണ്ടി മാത്രാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു. കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകാണ് കേട്ടോ നമ്മുടെ രോഹിത്തിന്റെ. അങ്ങനെ രോഹിത് സോറി പറഞ്ഞു, ക്ഷമിക്കണമെന്നും പറഞ്ഞു കേട്ടോ. ഈ സമയത്ത് രോഹിത്തിന്റെ കണ്ണ് മാത്രമല്ല, നമ്മുടെ അലീനയുടെ കണ്ണും ശരണ്യയുടെ കണ്ണും കണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണ് വരെ നിറഞ്ഞു പോകും കേട്ടോ. അതോ നമ്മളെയൊക്കെ അങ്ങോട്ട് സെന്റിയാക്കാൻ വേണ്ടി ഒരു പാട്ടും കൂടി ഇടുന്നുണ്ട്, ഒരു അടിപൊളി പാട്ട്. ആ പാട്ട് കൂടെ കേട്ടാ പറയണ്ട, നമ്മളൊക്കെ കരഞ്ഞ് ചത്തുപോകും. അതുപോലത്തെ ഒരു പാട്ടാട്ടോ ഇടുന്നത്. അങ്ങനെ നമ്മുടെ രോഹിത് പതിയെ അടുത്ത് ചെന്നു, ശരണ്യയുടെ അടുത്ത് ചെന്നിട്ട് ആ കയ്യിലങ്ങ് പിടിച്ചു. കയ്യിലങ്ങ് പിടിച്ചിട്ട് മാപ്പിങ്ങനെ ചോദിക്കാൻ കേട്ടോ. നമ്മുടെ ശരണ്യയുടെ അച്ഛനും സത്യം പറഞ്ഞ ആ ഒരു സമയത്താണ് അലിഞ്ഞു പോകുന്നത്. അത്രയും നേരം രോഹിത്തിനോട് മിണ്ടിയോ എടുത്തൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ രോഹിത് പറഞ്ഞു, ഒന്നും മനസ്സിൽ വെക്കരുത്, ആരും എന്നോട് ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറരുത്. നിന്റെ ആങ്ങളമാരെങ്ങനെയാണോ അതുപോലെ ശരണ്യ എന്നെയും കാണണം. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ മനസ്സിൽ വെച്ച് ഞാനൊരു ദുഷ്ടനാണെന്നോ ക്രൂരനാണെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ മാപ്പ് ചോദിക്കേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, അതൊക്കെ പോട്ടെ, സാരമില്ല. ആദ്യമൊക്കെ നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു കൊച്ചെ. അലീനയാ മനസ്സ് മാറ്റിയത്, എന്റെ മാത്രമല്ല എല്ലാവരുടെയും മനസ്സ് മാറ്റിയത് അലീന തന്നെയാ. എന്റെ ഭാര്യയും മോളെയും എന്ത് ധൈര്യത്തിലാ ഞാൻ നിന്റെ വീട്ടിലേക്ക് അയച്ചത്. അവര് ആദ്യമായിട്ട് നിന്റെ വീട്ടിലേക്ക് വരികയല്ലായിരുന്നോ? അതേ, ഈ പെങ്കച്ചൊള്ളണ്ട ഞാൻ അങ്ങോട്ടേക്ക് അയച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിടത്തില്ലായിരുന്നു. ഇവള് ഒരു ധൈര്യം തന്നെയാ ഞങ്ങൾക്ക്. ദേ ഇവള് കാത്തോളും എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അല്ല, നീ ഇപ്പം ഇവിടെ ഞങ്ങളുടെ മുന്നിലും വന്ന് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ അത് അലീന കാരണമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവള് കാരണം നീ ഇങ്ങനെ മാറിപ്പോയതെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ നന്നായല്ലോ മോനെ, അത് മതി. നീ നന്നായി കണ്ടു. ഇനിയിപ്പം സാരമില്ല, ഇനിയിപ്പം പഠിക്കുക, നല്ലതുപോലെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, അതൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് പറഞ്ഞു, ഞാന് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഒരിക്കലും ഞാൻ പഴയ രോഹിത് ആവില്ല, ഒരിക്കലും. അപ്പോഴത്തേക്കും അലീന ചോദിച്ചു, സന്തോഷായില്ലേടാ, മനസ്സ് തെളിഞ്ഞില്ലേടാ, ഇതിൽ കൂടുതൽ എന്താടാ വേണ്ടത്? ഇവരോടെല്ലാം നിനക്ക് വലിയൊരു ഇഷ്ടം തോന്നുന്നില്ലേ? നിന്റെ മനസ്സ് ഒന്ന് ശാന്തമായതുപോലെ തോന്നുന്നില്ലേ? അതങ്ങനെയാ, നമ്മൾ മനസ്സറിഞ്ഞ് ക്ഷമിക്കുമ്പോഴും ക്ഷമ യാചിക്കുമ്പോഴും പിന്നെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല, ശാന്താവും. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് കണ്ണൊക്കെ തുടച്ചിട്ട് പറഞ്ഞു, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യം അലീന ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ആരെയും കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ആ ഒരു മുഖമൊക്കെ എന്റെ മനസ്സിൽ സങ്കല്പമുണ്ട്. പിന്നെ ഇവിടുന്ന് കഴിച്ച ഭക്ഷണവും നിങ്ങളോട് കൂട്ടുകൂടിയ കാര്യങ്ങളും ഒക്കെ അവിടെ വന്ന് അലീന ചേച്ചി പറയും. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, എന്നെ കുറിച്ച് നീ ഒന്നും പറയണ്ട രോഹിതേന്ന്. അപ്പൊ ശരണ്യയുടെ അമ്മ പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾക്കെല്ലാം അറിയാം ഈ കൊച്ചിനെ നല്ലതുപോലെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവൂലോ. സത്യം പറഞ്ഞാലേ ശരണ്യ ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാലും ഞാൻ ആ കൂട്ടുകെട്ടിനകത്ത് എന്തോ ചെന്ന് പെട്ടുപോയി. അതൊരു വലിയ തെറ്റ് തന്നെയാ. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, ശരണ്യോട് പറഞ്ഞിട്ടുണ്ട് നീ അതിൽ പെട്ടുപോയതാണെന്ന്. ശരണ്യ എങ്ങനെ പെട്ടുപോയോ അതുപോലെ ആ ഒരു ചതിയിൽ നീ പെട്ടുപോയതാ. അപ്പൊ നമ്മുടെ ശരണ്യ ഓടി വന്നിട്ട് പറഞ്ഞു, അലീന ചേച്ചി ഇങ്ങ് വന്നേ, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലടാ, ഇവരോടൊക്കെ അവരൊക്കെ വർത്താനം പറഞ്ഞോളും, അലീന ചേച്ചി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരണ്യെ കൂട്ടിക്കൊണ്ട് പോയിട്ടോ. ഏതായാലും രോഹിത്തിനെ അവിടെ ഇരുത്താനായിട്ട് നമ്മുടെ ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, മോനെ ഒരു കസേര എടുത്തോണ്ട് വന്നേന്ന്. അപ്പൊ ഒരു കസേര എടുത്തോണ്ട് നമ്മുടെ ഓമനക്കുട്ട വന്നു. ആ ഒരു സമയത്ത് ശരണ്യയുടെ അച്ഛൻ പറഞ്ഞു, ദേ ഇവിടേക്ക് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ രോഹിത് എന്ത് ചെയ്തു, ആ കസേരയിൽ ഇരിക്കാൻ കേട്ടോ. രോഹിത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വീകരണം ഉണ്ടാകുന്നോ, അങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ശരണ്യയുടെ അമ്മയോട് പറഞ്ഞു, ലതേ, അച്ഛനാട്ടോ പറയുന്നത്, ലതേ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന്. അപ്പൊ തന്നെ അടുക്കളയിലേക്ക് നമ്മുടെ ലത ഓടിയിട്ടോ, ശരണ്യയുടെ അമ്മ ഓടിയിട്ടോ. ചായയോ സ്നാക്സോ ഒക്കെ എടുക്കാനാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് നമ്മുടെ രോഹിത് അവിടെ ഇരിക്കുന്നു. ശരണ്യാണെങ്കിലോ അയ്യോ അലീനയായിട്ട് ഭയങ്കര സംസാരം അകത്തിരുന്ന്.
അങ്ങനെ അലീനയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനിട്ട് ശരണ്യ. എന്തു പറ്റി? സന്തോഷം സന്തോഷം. എന്ത് സന്തോഷം? അത് പിന്നെ ചേച്ചീനെ ഓരോ തവണ കാണുമ്പോഴുണ്ടല്ലോ എനിക്കിങ്ങനെ ഇഷ്ടം കൂടി കൂടി വരിക. അതെന്താ കുറയാത്തത്? അത് കുറയാത്തതേ നല്ല മാന്ത് കിട്ടാത്തോണ്ട്. എന്നാ മാന്തിക്കോ? പോരാ പോരാ, എനിക്ക് മുഖത്ത് മാന്തണം, മുഖത്ത്. എന്നാ പിന്നെ മുഖത്ത് മാന്തിക്കോ? മുഖത്ത് ഞാൻ മാന്തട്ടെ എന്നും പറഞ്ഞോണ്ട് പതുക്കെ ഇങ്ങനെ കൈ കൊണ്ടുപോയിട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെണ്ണിന് എന്താ ഒരു ധൈര്യം! ഇരുന്ന് തരുന്നത് കണ്ടില്ലേ? ഈ മുഖത്ത് മാന്താൻ തോന്നുന്നു എന്റെ പെങ്കൊച്ചെ എന്ന് പറഞ്ഞ മുഖത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ അലീന ഒരു ഉമ്മയൊക്കെ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അതെ, എനിക്കിപ്പം നിന്നോടുള്ള വാത്സല്യം കൂടി കൂടി വരികയാണല്ലോ. നീ ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ എനിക്ക് തോന്നുന്നു. ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് കെട്ടിയൊക്കെ പിടിച്ചു. അപ്പോഴത്തേക്കുവേ നമ്മുടെ ശരണ്യ പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു. എങ്കിലേ നമ്മൾ തമ്മില് എന്നും തല്ല് പിടിച്ചേനെ. അത് പിന്നെ ചേച്ചിമാരും അനിയത്തിമാരും അങ്ങനെയാണല്ലോ, എന്നും തല്ല് പിടിക്കുമല്ലോ. മിക്ക വീടുകളിലും അങ്ങനെയാ കാണുന്നത്. തല്ലൊക്കെ പിടിക്കും. അതൊക്കെ വിട. നിന്റെ എക്സാമിന്റെ കാര്യം എന്തായി? അത് പിന്നെ ഞാന് പോയായിരുന്നു. ഇപ്പൊ സ്റ്റഡി ലീവാ. പിന്നെ നോട്ട്സ് ഒക്കെ ഞാൻ കോപ്പി എടുത്തു. പിന്നെ പോയാൽ അറ്റൻഡൻസ് ഒക്കെ തരാന്ന് ക്ലാസ് ടീച്ചർ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സാം എഴുതാൻ റെഡിയാണോ? എക്സാം എഴുതാൻ റെഡിയാ. എനിക്കിപ്പോ ഒരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ ആയി. നല്ലതുപോലെ എക്സാം എഴുതണം. നിന്റെ റിസൾട്ട് അറിയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടണം, നിന്നെ കൊണ്ട് സാധിച്ചല്ലോ എന്ന്. എന്നിട്ട് എന്താകാനാണോ നീ ആഗ്രഹിക്കുന്നത് അതാകാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. പൈസയുടെ കാര്യം ഓർത്ത് വിഷമിക്കുകയേ വേണ്ട. ഞാനുണ്ടല്ലോ നിനക്ക്. അപ്പൊ വിഷമിക്കണോ? എല്ലായിടത്തും നീ ജയിക്കണം. നീ ഒരു മാതൃകയാകണം. എല്ലാവർക്കും ഒരു മാതൃകയാകണം. നീ ജയിച്ചാലേ അതിനർത്ഥം ഞാൻ ജയിച്ചു എന്നല്ലേ. മനസ്സിലായോ? എനിക്കറിയാം. എന്റെ അലീന ചേച്ചി തോക്കാൻ പാടില്ല. ഞാൻ അലീന ചേച്ചി തോക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ ജയിക്കും. അത് മതി, അത് മാത്രം മതി. അല്ല ചേച്ചി, ഞാൻ എന്റെ ഓട്ടോഗ്രാഫ് കാണിക്കാമേ. കുറേ പേര് എഴുതിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര എൻകറേജ് ചെയ്ത് എഴുതിയേക്കുന്നത്. ഞാൻ കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാണിക്കുക എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ശരണ്യ ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ ആയിട്ട് വരികയാണ്. ഈ സമയത്ത് ഓമനക്കുട്ടനുമായിട്ടാണ് രോഹിത് സംസാരിക്കുന്നത്. അപ്പൊ രോഹിത് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ടൂർണമെന്റിനൊക്കെ പോവുമോ? പോകുന്നേ. ചിലപ്പം പോകും, ചിലപ്പം പോയി കഴിയുമ്പോഴത്തേക്കും തോക്കും. ഈ ട്രോഫി ഒന്നും ഇല്ലെന്നേ. ജയിച്ചാലും ട്രോഫി കിട്ടത്തില്ല. അല്ല, നിനക്ക് ഏതായിട്ടാ ഇഷ്ടം? നിനക്ക് ബോളിംഗ് ഇഷ്ടം എന്നല്ലേ പറഞ്ഞത്? അതെനിക്ക് സ്പിന്നാ ഇഷ്ടം. അല്ല, നിനക്കാരെയാ ഇഷ്ടം? നമ്മുടെ സഞ്ജുവിനെ വേറെ ആരെയാ? പിന്നെ അതിനു മുമ്പ് ഇവരാ ചായിരുന്നു എന്റെ ഹീറോ. എന്നതാടാ തട്ടിവിടുന്നതെന്ന് ചോദിച്ചു ചായയൊക്കെ ആയിട്ട് നമ്മുടെ ശരണ്യയുടെ അമ്മ വന്നു. എന്നിട്ട് പറഞ്ഞു, പഠിത്ത കാര്യമൊന്നും അല്ലല്ലോ, എപ്പോഴും ഇവന് കളി തന്നെയാണെന്നേ. ഒരു കാര്യം ചെയ്യ, ഇന്നാ ചായ എടുക്കെന്ന് പറഞ്ഞുകൊണ്ട് ചായ കൊടുക്കാണ് കേട്ടോ. ചായ അവിടെ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്കാണ് ഒരു പൊതിയൊക്കെ ആയിട്ട് നമ്മുടെ ശരണ്യയുടെ അച്ഛൻ വരുന്നത്. എന്നിട്ട് ശ്രീലത ഇത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് പെരക്കകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകട്ടോ, കിച്ചണിലേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ 2 ചായ അവിടെ കൊണ്ടുവച്ചു. ഒരു ചായ നമ്മുടെ രോഹിത് എടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും, എടാ നീ അതെടുത്ത് കുടിക്കുന്നില്ലേ? ഞാൻ പിന്നെ കുടിച്ചോളാം. അല്ല, ഇത് നമുക്ക് 2 പേർക്കും കൊണ്ടുവന്നല്ലേ, അപ്പൊ നീ എന്താ കുടിക്കാത്തതെന്ന് ശരണ്യയുടെ ആങ്ങളയോട് ചോദിച്ചു. എന്നിട്ട് നമ്മുടെ രോഹിത് തന്നെ ആ ചായ എടുത്തു കൊടുത്തു. അങ്ങനെ രോഹിത് ചായ കുടിക്കുന്നു. നമ്മുടെ ശരണ്യയുടെ പെങ്ങളല്ല സോറി, ആങ്ങളെയും ചായ കുടിക്കുകയാണ്. അപ്പോഴത്തേക്കും ശരണ്യയുടെ അച്ഛൻ ചോദിച്ചു, അത് ഇരുന്ന് മുഷിഞ്ഞോ രോഹിത്തെ നീ? അല്ലല്ല, എന്തിനാ ഇരുന്ന് മുഷിയുന്നേ? ഇവനെ ക്രിക്കറ്റിനെ കുറിച്ച് പറയായിരുന്നു. ഇവനോട് ക്രിക്കറ്റിന്റെ കാര്യം ചോദിച്ചാലേ ഇവൻ കാണാപ്പാടം പറയും. ഇവൻ ആരാന്നറിയാമോ? ഇവന് ക്രിക്കറ്റ് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കാന്ന്. അപ്പൊ അവിടെ എന്തോ ഒരു സ്നാക്സ് ഒക്കെ എടുത്തോണ്ട് വന്ന് നമ്മുടെ ശരണ്യയുടെ അമ്മ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, അയ്യോ കഴിക്കണം, ഇപ്പം ചേട്ടൻ പോയി ഓടി മേടിച്ചോണ്ട് വന്നാന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്നാക്സ് എടുത്ത് ഇങ്ങനെ രോഹിത് കഴിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും അലീന അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, ആഹാ, ഇവിടെ ടീ പാർട്ടി നടക്കുന്ന വിവരം അറിഞ്ഞില്ലല്ലോ. അതേ, ഞങ്ങൾക്കും പോരട്ടെ സ്നാക്സും ചായയൊക്കെ. ഗോപൻ വീടിന്റെ പുറകിലൂടെ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് ഇനി അവൻ പാല് മേടിക്കാൻ പോയതാ. അതെനിക്ക് മനസ്സിലായായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോപൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടല്ലോ. ഗോപൻ ഇച്ചിരി മുറ്റാണ് കേട്ടോ. ഗോപൻ അങ്ങനെ അളിഞ്ഞു കയറി മിണ്ടത്തൊന്നുമില്ലേ. ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന സ്നാക്സ് നമ്മുടെ അലീന എടുക്കാൻ വന്നപ്പോഴത്തേക്ക് രോഹിത് പറഞ്ഞു, അതെ എനിക്കുള്ളത് അവിടെ വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, നിനക്ക് ഒരെണ്ണം, ബാക്കി ഞങ്ങൾക്കുള്ളതാ. അപ്പോഴത്തേക്കും അലീന അവിടെ നിൽക്കുന്ന നമ്മുടെ ശരണ്യയുടെ അച്ഛന്റെ കയ്യിൽ ഒരെണ്ണം കൊടുത്തിട്ട് ഇത് കഴിക്കാൻ പറഞ്ഞു. അയ്യോ വേണ്ട മക്കളെ, നിങ്ങൾ കഴിച്ചോ. പിന്നെ ആക്കൊന്നും വേണ്ട, ഇപ്പൊ തന്നെ കഴിക്കുന്നത് തീർന്നു പോകുന്നു പറഞ്ഞ് നമ്മുടെ അലീന കഴിക്കുന്നു. എല്ലാവരും അലീന ഊട്ടിക്കുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ നമ്മുടെ അലീന. അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, എനിക്ക് എല്ലാവരോടും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, ശരണ്യയുടെ പഠനത്തെ കുറിച്ച് തന്നെയാണ്. അവൾക്ക് ഇഷ്ടമുള്ള കോഴ്സിന് അവളെ ചേർത്ത് പഠിപ്പിക്കണം. അതെന്താണെങ്കിലും അവളെ ചേർത്ത് പഠിപ്പിക്കണം. പൈസയുടെ കാര്യം ഓർത്തിട്ട്
അവളെ വിടാതിരിക്കരുത് കേട്ടോ. അവളുടെ എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ നേരത്തെ വാക്ക് തന്നിട്ടില്ലേ, അതിപ്പോഴും എനിക്ക് അത് തന്നെ പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരണയുടെ അമ്മ പറഞ്ഞു, അത് പിന്നെ ഇവള് പറഞ്ഞായിരുന്നു അലീന ചേച്ചി അവളെ പഠിപ്പിക്കുന്നത്. ഞാൻ പാലായിന്ന് പോയാലും ശരണയ്ക്ക് പഠിക്കാനുള്ള സഹായം ഇവിടെ എത്തിയിരിക്കും കേട്ടോ. അതിന് മാറ്റം ഉണ്ടാവത്തില്ല. അതിനും കൂടിയാ സത്യം പറഞ്ഞ ഞാൻ ഇപ്പൊ വന്നത്. ഞാൻ രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാനില്ലെങ്കിലും രോഹിത്തിന് വന്ന് നിങ്ങൾക്ക് പൈസ തരാനായിട്ട് പറ്റൂലോ. എന്താവശ്യം ഉണ്ടെങ്കിലും അത് എന്നെ വിളിച്ചറിയിക്കണം. ആ സ്പോട്ടില് രോഹിത് ഇവിടെ വരും. പിന്നെ അവന്റെ കയ്യിൽ നിന്നും വാങ്ങാൻ മടിക്കൊന്നും ചെയ്യരുത്. അത് അവൻ തരുന്നതല്ല കേട്ടോ, അത് ആരുടെയും ഔദാര്യമല്ല. ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ, ആ പൈസക്കാ ഞാന് ശരണേനെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, ശരണോട് അതിന്റെ വില കളയരുത് കേട്ടോ. മനസ്സിലായി, ഞാൻ നന്നായി പഠിച്ച് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കണം എന്നല്ലേ. ഓ, ഇത്രയും ബുദ്ധി മതി കേട്ടോ പഠിക്കാനായിട്ട്. അപ്പം ശരണയുടെ അമ്മ പറഞ്ഞു, അല്ല മോൾ എങ്ങോട്ടേക്കാ പോകുന്നെന്ന് പറഞ്ഞത് അപ്പൊ പാലായിന്ന് മോള് പോവാണോ? അതെ, ഞാൻ പോവാ. ഞാന് ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കല്ലേ, അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞെന്നേ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോവുക. പ്രായമായൊരു മുത്തശ്ശീനെ ശുശ്രൂഷിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പം അവരവിടെ ഇല്ല. അധികം വൈകാതെ ഞാന് എന്റെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയേക്കും. ഞാന് ഒരു ജോലിക്കാരിയല്ലേ. അപ്പം അലിയു ചേച്ചിനെ പറഞ്ഞയക്കുവാണ് രോഹിതേട്ടാ. ഏയ്, ആര് പറഞ്ഞയക്കുന്നൊന്നുമല്ല, ചേച്ചിക്ക് പോണെന്നാ പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലെന്നേ ചേച്ചി പോകുന്നത്. പക്ഷെ ചേച്ചി പോകുന്ന ഒറ്റ വാശിയാ. അപ്പം ശരണ ചോദിച്ചു, പിന്നെ എന്തിനാ ചേച്ചി പോകുന്നത്? എല്ലാവരും പോവാന്ന് പറഞ്ഞിട്ടോ. ഇവരുടെ ആരുടെയും കുഴപ്പം കൊണ്ടൊന്നും അല്ല മോളെ ഞാൻ പോകുന്നത്. പോകാൻ ഇഷ്ടമുണ്ടായിട്ടും അല്ല പോകുന്നത്. എനിക്ക് എന്റേതായ ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ. അത് സോൾവ് ചെയ്യാതെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഇവിടെ താമസിച്ചോണ്ട് അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊന്നും അല്ല മോളെ. നീ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ നിന്നെ എന്ന് ഫോണിൽ വിളിക്കും. എവിടെ പോയാലും മാസത്തില് ഒരു തവണയെങ്കിലും നിന്നെ കാണാനായിട്ട് വരും. അല്ല, അപ്പൊ ചേച്ചി എങ്ങോട്ടാ പോകുന്നത്? അതെല്ലാം ഇനി ആലോചിച്ച് തീരുമാനിക്കണം. എനിക്കൊരു ജോലി എവിടെ കിട്ടുമെന്ന് നോക്കണം. എവിടെ ജോലി കിട്ടുന്നോ, നല്ല ജോലി എവിടെ കിട്ടുന്നോ അങ്ങോട്ടേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഗോപുവും അതുപോലെ തന്നെ ഓമനക്കുട്ടനും ശരണ്യയും എല്ലാവർക്കും വിഷമാണ് കേട്ടോ. നമ്മുടെ ശരണ്യയുടെ അച്ഛനും എല്ലാവർക്കും വിഷമം. അപ്പൊ അലീന പറഞ്ഞു, ഇതേ നിങ്ങളിങ്ങനെ ശോകമായിട്ട് നിൽക്കില്ല കേട്ടോ, നമ്മൾ ഹാപ്പി ആയിട്ടല്ലേ ഇത്രയും നേരം നിന്നത്. അച്ഛൻ എങ്ങനത്തെ ചായയൊക്കെ കുടിച്ചേ, ചുമ്മാ എന്താ ശോകമാക്കി കളയുന്നു, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷത്തോടു കൂടി കുറച്ചു നേരം അവിടെ നിന്നിട്ട് നമ്മുടെ അലീന നേരെ പോകുന്നത് നെടുമ്പുരക്കിലേക്ക് തന്നെയാണ്, രോഹിത്തിനെയും കൂട്ടി. അവിടെ ചെന്നപ്പോ പറയാനുണ്ടോ, എന്റെ ദൈവമേ, നമ്മുടെ കൃഷ്ണമോള് മോന്തെ വീർപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ രോഹിത് അലീനയും കയറി വന്നു. അലീന പറഞ്ഞു, പോയപ്പോഴത്തേക്ക് ഇവളുടെ മോന്തെ ഇങ്ങനെയല്ലല്ലോ വരുന്നത്, ഇതെന്താ പറ്റിയത്? അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ എന്റെ തോളെ കയറി ഇരുന്ന് ഡാൻസ് കളിക്കുന്ന പെങ്കൊച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇനി തോളെ കയറി ഇരുന്ന് ഡാൻസ് കളിക്കുന്നൊന്നുമില്ല. ഇപ്പം പോകുമ്പോ ഇഷ്ടമുള്ളപ്പോ പോവാലോ, വരുമ്പോ ഇഷ്ടമുള്ളപ്പോ വരാലോ, ചോദിക്കാൻ പറയൊന്നും വേണ്ടല്ലോ. നിന്നോട് ചോദിക്കാതെ പോയതിനാണോ നീ ഈ കാണിക്കുന്നത്? അതെ അതെ, ഇപ്പോഴേ എന്നോട് പറയുകയും ചോദിക്കുകയൊന്നുമില്ല, എനിക്കറിയാം. ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ ചുറ്റിനും സ്നേഹിക്കാനേ, പണ്ട് ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തായിരുന്നു, എവിടെ പോയാലും പൊന്നെ ചക്കരേ ഞാൻ പോവാണേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇപ്പം നമ്മളെ ഒന്നും വേണ്ടല്ലോ. ഷോ, ഇവളെന്താ ഈ പറയണത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അലീന നിൽക്കാണ് കേട്ടോ. രോഹിതിന് ചിരി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷമായിട്ട് വരാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.